പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മൂർത്തി ജ്വല്ലറി വിജയം വരിച്ചതോടുകൂടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. പക്ഷേ നയന മാത്രം സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തിന് ആദർശ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നയനെ, നീ എന്താ ആലോചിച്ച് നിൽക്കുക? ആദർശ് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ശബ്ദത്തിൽ അവളോടുള്ള കരുതൽ നിറഞ്ഞു നിന്നിരുന്നു. നയന ഒന്ന് നെടുവേർപ്പെട്ടു. ആദർശേട്ടാ, ഞാൻ നന്ദുവിന്റെയും അനിയുടെയും കാര്യമൊന്ന് ആലോചിക്കുമായിരുന്നു. അനിയുടെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക. ഇപ്പോഴും അനിയുടെ മനസ്സിൽ നന്ദു മാത്രമേ ഉള്ളൂ. നന്ദുവിനും ഇങ്ങനെ തന്നെയാണ്. എന്നിട്ടും നമ്മൾ ഇതിനേക്കിങ്ങനെ എതിരി നിൽക്കുന്നത് വലിയൊരു തെറ്റല്ലേ? ആദർശ് കുറച്ചു നേരം മറുപടിയൊന്നും പറയാതെ ദൂരത്തേക്ക് നോക്കി നിന്നു. അവന്റെ മനസ്സിൽ അതേ സംഘർഷങ്ങൾ തന്നെയായിരുന്നു. നീ പറഞ്ഞത് ശരിയാ നയനെ, ഒരു കണക്കിൽ നോക്കിയാൽ അത് തെറ്റാണെന്ന് തോന്നും. പക്ഷേ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. അവർക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമോ? എനിക്കവരെ സഹായിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, പക്ഷേ എന്ത് ചെയ്യാനാ? അവൻ കുറച്ചുകൂടി അവളിലേക്ക് അടുത്തു നിന്നു. നിന്റെ അച്ഛനും അമ്മയും ഒരു കാരണവശാലും ഇതിന് സമ്മതിക്കില്ല നയനെ. ഇവിടെ വീട്ടിലാണെങ്കിലോ ഇളയമ്മക്കും മുത്തശ്ശനും ഇതിന് തീരെ താല്പര്യമില്ല. പോരാത്തതിന് അവന്തികയും മനിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുവല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? നയന സങ്കടത്തോടെ തല താഴ്ത്തി. അത് കണ്ടപ്പോൾ ആദർശിന് അവളോട് വല്ലാത്തൊരു അലിവ് തോന്നി. ഒരു സമയത്ത് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തതാ നയനെ. അനാമികയുമായിട്ടുള്ള ആ ഒരു വിവാഹം നടക്കുന്നതിന് മുൻപ് ഞാൻ അവളോട് വ്യക്തമായി പറഞ്ഞതാ ആ കല്യാണം വേണ്ട എന്ന്. നന്ദുവുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിത്തരാമെന്നൊക്കെ വാക്ക് കൊടുത്തതാ. പക്ഷേ അന്ന് സാഹചര്യങ്ങൾ അതൊന്നും തന്നെ അനുവദിച്ചില്ല. എല്ലാം നമ്മൾ കൈവിട്ടു പോയി. ശരിയാണ് ആദർശേട്ടാ, എല്ലാം അങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാല്ലേ? അവൾ നിരാശയോടെ പറഞ്ഞു. അവളുടെ മൂഡ് മാറ്റാനായി ആദർശ് ചെറുതായൊന്ന് ചിരിച്ചു. പോട്ടെ, ഇനി അതൊക്കെ ഓർത്തിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. ഏതായാലും കൺഗ്രാജുലേഷൻസ്. ഇന്നത്തെ ദിവസം നമുക്ക് വലിയൊരു വിജയത്തിന്റെ ദിവസമാ. ഈ നല്ല സമയത്ത് നമ്മൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. അത് കേട്ടപ്പോൾ നയനയുടെ മുഖത്തും ചെറിയൊരു ചിരി വിടർന്നു. ഹാ, ഏൻ ജ്വല്ലറിക്കാരെ തോൽപ്പിച്ചത് നമുക്ക് ആ ഒരു ഡീല് നേടാൻ കഴിഞ്ഞ് വലിയൊരു കാര്യം തന്നെയാണ്. ആ അബിയുടെ മുഖം അന്നേരം ഒന്ന് കാണണമായിരുന്നു. പക്ഷേ ആദർശേട്ടാ, എനിക്ക് നവ്യേച്ചിയുടെ കാര്യത്തിലാ സംശയം. സാധാരണ ഇങ്ങനൊരു തോൽവി ഉണ്ടാകുമ്പോൾ നവ്യേച്ചി വെല്ലുവിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നറിയുള്ളതാണ്. പക്ഷേ ഇന്ന് ചേച്ചിയുടെ മുഖത്ത് ആ ഒരു ഭാവവ്യത്യാസമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു മാറ്റം പോലെ ആദർശിന്റെ മുഖത്ത് പെട്ടെന്നങ്ങ് ഗൗരവം വന്നു. അവന് നവ്യോട് ഒരു തരി പോലും സഹതാപം തോന്നിയില്ല. അവൾ വിശ്വസിക്കാനും കൊള്ളത്തില്ലെന്നതിനെ. സ്വന്തം കുടുംബത്തെ കൂടെ നിന്ന് ചതിക്കുന്നല്ലേ അവൾ. അബിയുടെ തനി നിറം നമ്മൾ എത്ര പ്രാവശ്യം അവളോട് പറഞ്ഞതാ. അനഘയുടെയും ചന്തുമോളുടെയും കാര്യം അവൾ അറിഞ്ഞതല്ലേ. എന്നിട്ടും അവൾ അത് വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഒരു DNA ടെസ്റ്റ് നടത്തി സത്യാവസ്ഥ അറിയാൻ പോലും അവൾ തയ്യാറായില്ല. എല്ലാ കാര്യത്തിലും നല്ല വ്യക്തത ഉണ്ടായിരുന്ന നവ്യക്ക് ഈ കാര്യത്തിൽ മാത്രം വല്ലാതെ തെറ്റുപറ്റി. അതവളുടെ യോഗം, അവൾ അനുഭവിക്കട്ടെ. എങ്കിലും ചേച്ചി ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് കാണുമ്പോൾ എന്തോ വല്ലാത്ത സങ്കടം തോന്നുക ആദർശേട്ടാ. ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം ചേച്ചിക്ക് അറിയാമായിരിക്കോ? എല്ലാം അറിഞ്ഞിട്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. നയന ആശങ്കയോടെ പറഞ്ഞു. അബി, അവൻ ശരിക്കും നമ്മുടെ കുടുംബത്തെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നയനെ. ആദർശിന്റെ കണ്ണുകളിൽ ദേഷ്യം തിളച്ചു. അവൻ AN ജ്വല്ലറി എത്തി നിൽക്കുന്നത് വെറുതെയല്ല. AN ജ്വല്ലറിയുടെ MD സാക്ഷാൽ നാഗേന്ദ്രനാണെന്നും ആ നാഗേന്ദ്രൻ തന്റെ അച്ഛനാണെന്നുള്ള സത്യം അവന് നന്നായിട്ടറിയാം. കോടീശ്വരനായ അച്ഛനല്ലേ. അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് ചാഞ്ഞു. അച്ഛനുമായി ചേർന്ന് അവൻ സ്വന്തം കുടുംബത്തെ അനന്തപുരിയെ ഇല്ലാതാക്കാൻ നോക്കുക. അതൊക്കെ നമ്മുടെ മുത്തശ്ശനറിഞ്ഞ അദ്ദേഹത്തിനത് താങ്ങാൻ പറ്റില്ല. അബിയെ മുത്തശ്ശൻ പടി കയർത്തി പിണ്ടം വെക്കും. ഇതേ സമയം AN ജ്വല്ലറിയുടെ ഗസ്റ്റ് ഹൗസ് മുറിയിൽ നാഗേന്ദ്രൻ ഒരു കടുവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പുക വലിച്ചു തള്ളുന്ന ചുരുട്ടിന്റെ ആ ഒരു ഗന്ധം ആ മുറിക്കാകെ നിറഞ്ഞു നിന്നു. അവന്റെ കണ്ണുകളിൽ പകയും സംശയം ആളിക്കത്തുന്നുണ്ടായിരുന്നു. ഡേവിഡ് ഭയത്തോടെ മാറി നിൽക്കുന്നുണ്ട്. ഡേവിഡെ, നാഗേന്ദ്രൻ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ വിളിച്ചു. യെസ് സർ. മാളവിക, അവളെ എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മളെ അവൾ ചതിച്ചോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. നമ്മുടെ ഇത്രയും വലിയൊരു പ്ലാനെ പൊളിഞ്ഞിട്ടും ആ ഡീല് നഷ്ടപ്പെട്ടിട്ടും അവളുടെ മുഖത്ത് യാതൊരു നിരാശയും ഞാൻ കണ്ടില്ല. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? നാഗേന്ദ്രന്റെ കണ്ണുകൾ കൂർത്തു. ഡേവിഡ് പതുക്കെ തലയാട്ടി. സർ പറഞ്ഞത് ശരിയാ. എനിക്ക് തോന്നിയിരുന്നു. ഇത്രയും വലിയൊരു വീഴ്ചയുണ്ടായിട്ടും അവൾക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാ. ഇതേ സമയം നഗരത്തിന്റെ ഒരു പാർക്കിംഗ് ഏരിയയിൽ മാളവികയും ആദർശം കണ്ടുമുട്ടിയിരുന്നു. മാളവികയുടെ മുഖത്ത് വലിയൊരു ആശ്വാസവും സന്തോഷവും ഉണ്ടായിരുന്നു. അവൾ ചുറ്റും നോക്കി ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി. മാളവികയുടെ നീക്കം വളരെ നന്നായിരുന്നു. മാളവികയുടെ ഒറ്റ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രം നയനക്ക് ആ ഒരു ഡിസൈനുകളെല്ലാം തന്നെ നന്നായിട്ട് വരക്കാൻ പറ്റിയത്. മാളവിക അത് വിശ്വസിപ്പിച്ച് അവരെ സമ്മതിപ്പിച്ചല്ലോ. അബിയുടെ മുൻപിൽ എനിക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റി. അനന്തപുരിയെയും മൂർത്തി ജ്വല്ലറിയും ചതിച്ചുകൊണ്ടിരുന്ന AN ജ്വല്ലറിക്കാർക്ക് ഇതൊരു വലിയ തിരിച്ചടിയാ. ആദർശ് സന്തോഷത്തോടു കൂടി മാളവികയോട് പറഞ്ഞു. മാളവിക ചിരിച്ചോട് പറഞ്ഞു, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് സർ. ഇന്ന് നയന മേഡം ആ ട്രോഫി ഉയർത്തിപ്പിടിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി.
ഞാനാണ് അത് ഉയർത്തിയെന്ന എനിക്ക് തോന്നിയത്. അനന്തപുരി എനിക്കൊന്നും എന്നും ഒരു തണലായിരുന്നു. ആ വിശ്വാസം ഞാൻ ഒരിക്കലും കളയില്ല. ഇനിയുള്ള കാര്യങ്ങൾ മാളവികയുടെ ഹെൽപ്പ് എനിക്ക് വേണം. ആദർശ് അവൾക്ക് നേരെ കൈനീട്ടി. മാളവിക സന്തോഷത്തോടു കൂടി ആ കൈകൾ പിടിച്ചു കുലുക്കി. തീർച്ചയായിട്ടും സർ, എൻ്റെ സന്തോഷം അത് തന്നെയാണ്. എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. എന്നാൽ ഇവർ രണ്ടുപേരും എന്നുള്ള ഈ ഒരു സംസാരമെല്ലാം തന്നെ അവരറിയാതെ കുറച്ചകലെ ഒരു ക്യാമറയിൽ അവർ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അത് ഡേവിഡിൻ്റെ ക്യാമറയായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരി വിടർന്നു. അപ്പോൾ ഇതായിരുന്നു അല്ലേ കളി? നീ തീർന്നടി മാളവികെ, അവൻ പിറുപിറുത്തു. ഡേവിഡ് ഉടനെ തന്നെ നാഗേന്ദ്രനെ വിളിച്ചു. ഫോൺ എടുത്ത ഉടനെ തന്നെ ഡേവിഡ് പറഞ്ഞു, സർ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ആ മാളവികയെ നമ്മൾ ചതിക്കുമായിരുന്നു. അവൾ ആദർശിൻ്റെ ആളാണ്. എന്താ നീ പറയുന്നത്? നീ എന്തെങ്കിലും കണ്ടോ? നാഗേന്ദ്രന്റെ ശബ്ദം ഗർജനം പോലെ മുഴങ്ങി. കണ്ടു സർ, ആദർശും അവളും കൂടി നിന്ന് സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ കണ്ടു. അവർ കൈ കൊടുത്ത് ഡീൽ ഉറപ്പിക്കുമായിരുന്നു. ഈ വിജയത്തിന് അവർ പരസ്പരം സന്തോഷം പങ്കുവെക്കുമായിരുന്നു സർ. നാഗേന്ദ്രൻ ഉറക്കെ അങ്ങ് പൊട്ടിത്തിരിച്ചു. ഇത് കേട്ട് ഡേവിഡിന് പോലും ഭയം തോന്നി. ഈ നാഗേന്ദ്രൻ പലരെയും കണ്ടതാ. ചില ചതികളും ഞാൻ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവളുടെ കള്ളത്തരം എനിക്ക് അന്നേ മനസ്സിലായതാ. അവൾക്കൊരു പണി കൊടുക്കണം ഡേവിഡേ. സേറ് പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. അവൾ ഇനി ഭൂമി ലോകത്ത് ജീവിക്കാൻ പാടില്ല. നമ്മളെ കൂടെ നിന്നിട്ട് രഹസ്യങ്ങളെല്ലാം തന്നെ അവൾ ഒറ്റിക്കൊടുക്കുമായിരുന്നു. ആദർശിൻ്റെ സ്പൈ ആയിട്ട് വന്നവളാ അവൾ. ഞാൻ അവളെ തീർത്തേക്കാം സർ. ഡേവിഡിൻ്റെ ശബ്ദത്തിൽ ക്രൂരത നിറഞ്ഞു നിന്നു. അതെ, അവളെ വെറുതെ വിടാനൊന്നും പറ്റില്ല. നമ്മളെ ചതിച്ച് ആരെയും നാഗേന്ദ്രൻ ജീവിതം കൊണ്ട് വിട്ടിട്ടില്ല. ഓരോരുത്തരായിട്ട് തീർക്കണം. അവസാനം ആ അനന്തമൂർത്തിയെയും ആദർശിനെയും അവന്മാരെല്ലാവരും തീരുമെന്ന് നാഗേന്ദ്രൻ പല്ലുറുമ്പിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പിള്ളേര് വന്നിട്ട് അവരെ പൊക്കി നമ്മുടെ ഗോഡൗണിലേക്ക് എത്തിക്കാൻ സർ. അവിടെ നിൽക്ക്, നാഗേന്ദ്രൻ തടഞ്ഞു. അവളെ ഗോഡൗണിൽ എത്തിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവളുടെ ജീവൻ എടുക്കുന്നത് ഞാനായിരിക്കും. എന്നെ ചതിച്ചവരൊക്കെ എൻ്റെ കൈക്കൊണ്ട് തന്നെ നേരിട്ട് കൊണ്ടുവന്ന ചതിത മാത്രമേ എനിക്കുള്ളൂ. നീ അവളെ അവിടെ എത്തിച്ചാൽ മാത്രം മതി. ശരി സർ, ഞാൻ അഭിസറിനോട് കൂടി ഈ വിവരം പറയാമെന്ന് ഡേവിഡ് പറഞ്ഞു. അവനോട് ഇതൊന്നും പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല. അവൻ മാളവികയുടെ പുറകെ നടക്കുന്നതല്ലേ. അവളുടെ വാക്ക് കേട്ട് അവൻ നമ്മളെല്ലാവരെയും സംശയിക്കും. അതുകൊണ്ടാണ് സർ ഞാൻ പറയുന്നത്, മാളവിക നമ്മളെ ചതിച്ചു എന്ന സത്യം അഭിസർ അറിയണം. ഇല്ലെങ്കിൽ നാളെ അവൻ അവനെയും ചതിക്കും. ഡേവിഡ് പറഞ്ഞത് നാഗേന്ദ്രനും ശരിയാണെന്ന് തോന്നി. അയാൾ അതിന് സമ്മതം മൂളി. ഇതേ സമയം അബിയും നവ്യയും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബിയുടെ ഫോൺ റിങ് ചെയ്തു. ഡേവിഡായിരുന്നു വിളിക്കുന്നത്. എന്താ ഡേവിഡെ? അബി ചോദിച്ചു. ഡേവിഡ് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അബിയോട് പറഞ്ഞു. മാളവിക തങ്ങളെ ചതിച്ചുവെന്നും ആദർശിന്റെ കൂടെയായിരുന്നു അവൾ എന്നും ഡേവിഡ് പറഞ്ഞപ്പോൾ അബിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് തോന്നിയതായിരിക്കും ഡേവിഡെ, അബി അവിശ്വസനീയതയോടെ പറഞ്ഞു. അല്ല സർ, ഞാൻ നേരിട്ട് കണ്ടതാ. അവൾ ആദർശുമായി കൈ കൊടുത്ത് ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടു. നാഗേന്ദ്രൻ സർ പറഞ്ഞിട്ടുണ്ട് അവളെ തീർത്തേക്കാന്. എന്ത് തീർത്തേക്കാനോ? കൊല്ലാനോ? അബിയുടെ ശബ്ദം ഉച്ചത്തിലായി. കാറിലിരുന്ന നവ്യ ഇതെല്ലാം കേട്ട് പെട്ടെന്ന് അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സാറിന് നാഗേന്ദ്രൻ സാറിന്റെ ചരിത്രം അറിയാൻ മേലാഞ്ഞിട്ടാ. ബിസിനസ്സിൽ പലരെയും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് സാറ്. ഇവിടെ വരെ എന്നിട്ടാണ് സാർ എത്തിയിരിക്കുന്നത്. എതിരെ വന്നവരെ മുഴുവൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. മാളവികയെ നമ്മൾ ഈ ഗോഡൌണിൽ നിന്ന് എത്തിക്കും. സാറ് നേരിട്ട് വന്ന് അവളുടെ ജീവൻ എടുക്കും. ഡേവിഡിന്റെ വാക്കുകൾ കേട്ട് അബി ഒന്ന് മരവിച്ചു. എങ്കിലും പെട്ടെന്ന് തന്നെ അവൻ സമനില വീണ്ടെടുത്തു. നടക്കട്ടെ. നമ്മൾ ചതിച്ചവൾ അങ്ങനെ സുഖമായിട്ട് പോവണ്ട. ഞാൻ ഏതായാലും അങ്ങോട്ടേക്ക് വരാം. അബി അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നവ്യ സംശയത്തോടെ അബിയെ നോക്കി. എന്താ അബി, എന്താ പ്രശ്നം? മാളവിക എന്ത് ചെയ്തു? നീ എന്തൊക്കെയായി പറയുന്നത്? അവൾ നിങ്ങളുടെ വിശ്വസ്തയല്ലായിരുന്നോ? അബി വണ്ടിയൊന്ന് ഒതുക്കി നിർത്തി നവ്യക്ക് നേരെ തിരിഞ്ഞു. അവൾ നമ്മളെ ചതിച്ചടി. അവൾ ആദർശിന്റെ ആളായിരുന്നു. കമ്പനിയിലെ രഹസ്യങ്ങളൊക്കെ ആദർശിന് ചോദിക്കൊടുക്കാൻ വന്ന സ്പൈ ആയിരുന്നു അവള്. നവ്യ ഞെട്ടലോടെ അവനെ നോക്കി. അതിന് ഞാൻ വേറൊരാളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടല്ലോ. അവളെ കൊല്ലുമെന്നൊക്കെ? കൊല്ലാനൊന്നുമല്ല. അവളെ കൊന്നിട്ട് ഞങ്ങൾ ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, അത്രയുള്ളൂ. ഞങ്ങളുടെ വലിയ ബോസ് അതെല്ലാം തീരുമാനിക്കും. അബി ഒരു ഒഴുക്കമട്ടിലങ്ങ് പറഞ്ഞു. എന്ത് വലിയ ബോസോ? അതാരാ അബി? ജ്വല്ലറിക്ക് മുന്നിൽ നീയും ഡേവിഡുമല്ലാതെ വേറെ ആരാ ഉള്ളത്? സത്യം പറ. നവ്യയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അബി ഒന്ന് പതറി. അതൊക്കെ ഞാൻ സമയം വരുമ്പോൾ നിന്നോട് പറയാം. നീ ഇപ്പോൾ കൂടുതലൊന്നും ചോദിക്കണ്ട. നീ വീട്ടിലേക്ക് പോയിക്കോ. എനിക്ക് അത്യാവശ്യമായിട്ട് ഗോഡൗൺ വരെ ഒന്ന് പോകണം. നവ്യ അവിടെ ഇറക്കിവിട്ട് അബി വണ്ടി നേരെ ഗോഡൗണിലേക്ക് തിരിച്ചു. നവ്യക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായിരുന്നു. മാളവികയെ അവർ കൊല്ലാൻ പോവാണെന്ന് അവൾക്ക് ഉറപ്പായി. നവ്യ ഉടനെ തന്നെ തൻ്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചു വരുത്തി. എന്താണ് നവ്യ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? ആ ഡീൽ കിട്ടിയതിൻ്റെ ട്രീറ്റ് തരാൻ വേണ്ടിയിട്ടാണോ എന്ന് കൂട്ടുകാരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ട്രീറ്റൊക്കെ ഞാൻ പിന്നെ തരാൻ മതി. പക്ഷേ നീ എനിക്കൊരു വലിയ ഉപകാരം ചെയ്യണം. മാളവികയെ അബിയും കൂട്ടരും കൂടി ആ ഒരു ഗോഡൗണിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് പിന്നിൽ വലിയ ഏതോ ഒരു ബോസുമുണ്ട്. അവളെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർ കൊല്ലുമെന്ന് ഉറപ്പാ.
നീ ഉടനെ തന്നെ ഈ കാര്യം ആദർശേട്ടനെ വിളിച്ച് വിവരം പറയണം. അങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ പറയണം. എൻ്റെ പേരൊരിക്കലും പറയരുത് എന്ന് നവ്യ പരിഭ്രമത്തോടെ പറഞ്ഞു. കൂട്ടുകാരി ആകെ ഞെട്ടിത്തരിച്ചു പോയി. എങ്കിലും നവ്യയുടെ നിർബന്ധപ്രകാരം അവൾ ആദർശിനെ ഫോൺ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. ഗോഡൌണിൻ്റെ ലൊക്കേഷനും അവൾ പറഞ്ഞു കൊടുത്തു. ഫോൺ വെച്ച ഉടനെ തന്നെ ആദർശ് വണ്ടിയെടുത്ത് അങ്ങോട്ടേക്ക് പാഞ്ഞു. വിജനമായ ആ പഴയ ഗോഡൌണിന് ചുറ്റും ഇരുട്ടും മാറാലകളും നിറഞ്ഞ വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്തൊരു കെട്ടിടം. അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ മാളവിക കെട്ടിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭയം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ചുറ്റും നിൽക്കുന്ന ഗുണ്ടകളെ നോക്കി അവൾ ദയനീയമായി ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? എന്നെ വിട് പ്ലീസ്. അവരിലൊരാൾ പരിഹാസത്തോടെ ചിരിച്ചു. ഞങ്ങളുടെ ബോസ് പറഞ്ഞിട്ടാ മോളെ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ബോസ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമാവും. അപ്പോഴേക്കും ഗോഡൌണിൻ്റെ വലിയ ഇരുമ്പുവാതിൽ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ഡേവിഡും അബിയും അങ്ങോട്ടേക്ക് നടന്നു വന്നു. അവരെ കണ്ടപ്പോൾ മാളവികയുടെ കണ്ണിൽ വീണ്ടും ഭയം നിറഞ്ഞു. മോളെ, ഡേവിഡ് അവളുടെ അടുത്തേക്ക് വന്ന് വിളിച്ചു. നീ ഞങ്ങളെ ഇത്ര കാലം ചതിക്കുമായിരുന്നല്ലേ? ഞങ്ങളുടെ കൂടെ നിന്ന് ശമ്പളം വാങ്ങിച്ച് ആ ആദർശിൻ്റെ കാലിനായിരുന്നല്ലേ നീ? നിന്നെ ഏതായാലും ഞങ്ങൾ വെറുതെ വിടുന്നില്ല. നിന്നെ വെറുതെ വിടാൻ പറ്റുമോടി? മാളവിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അബി സാറേ, ഡേവിഡ് സാറേ, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ആദർശ് സാറിനോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. മൂർത്തി ജ്വല്ലറി ജോലി ചെയ്തിരുന്ന കാലത്ത് അവരെനിക്ക് ചെയ്ത ഉപകാരങ്ങൾ എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ. ഹോ, അബി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ നീ അവിടെ ഞങ്ങളെ ചതിച്ചു അല്ലേ? നിന്നെ ജീവനോടെ വെച്ചേക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരാൾ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയാളെ കാണുമ്പോൾ നീ ഏതായാലും ഞെട്ടും. ആരാണ് അയാൾ? മാളവികയുടെ ശബ്ദത്തിൽ മാളവികയുടെ ശബ്ദം തൊണ്ടയിടറി. പെട്ടെന്ന് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഗോഡൌണിലേക്ക് വെളിച്ചം വീശി. ഒരു ആഡംബര കാർ അവിടെ വന്നു നിന്നു. അതിൽ നിന്നും ഒരു കാല് പുറത്തേക്ക് വെച്ച് അയാൾ ഇറങ്ങി വന്നു. കറുത്ത സ്യൂട്ട് ധരിച്ച് ക്രൂരത മുഖത്ത് വരുത്തി മാറ്റി നിൽക്കാനാവാതെ അയാൾ പതുക്കെ മാളവികയുടെ അടുത്തേക്ക് നടന്നു വന്നു. നാഗേന്ദ്രൻ. ആരാണെന്ന് നീ ചോദിച്ചത്? നാഗേന്ദ്രൻ ഗാംഭീര്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ഞാനടി. നാഗേന്ദ്രൻ എന്ന എൻ്റെ പേര്. നിനക്കെന്നെ അറിയില്ലായിരിക്കും. പക്ഷേ നിന്റെ ആ ബോസ് ആദർശ് തേടിക്കൊണ്ടിരിക്കുന്ന ആളാ ഞാനേ. ഏൻ ജ്വല്ലറിക്ക് പിന്നിലെ ആ ശക്തി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ നടക്കുമല്ലേ? ഈ ഞാനാണത്. മനസ്സിലാക്കി വെച്ചോടി. നിന്റെ കാലനാ ഞാന്. മാളവിക പേടിച്ച് വിറച്ച് അവൾക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. നീ ഇത്രയും കാലം ഞങ്ങളെ ചതിക്കുമായിരുന്നുവല്ലേ? ഈ നാഗേന്ദ്രനെ ചതിച്ചാൽ ആരും ഈ ഭൂമിയിലുണ്ടായിട്ടില്ല. ഇത്രയും നാൾ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ചതിച്ചതിനുള്ള ആ ഒരു സമ്മാനം ഞാൻ നിനക്ക് നേരിട്ട് തരാം. നാഗേന്ദ്രൻ തൻ്റെ കയ്യിലിരുന്ന മൂർച്ചയുള്ള ആ ഒരു കത്തിയെടുത്ത് മാളവികയുടെ കണ്ണുകളിങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. ഇനി തൻ്റെ ജീവൻ തിരികെ കിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നാഗേന്ദ്രൻ്റെ കത്തി തൻ്റെ കഴുത്തിലേക്ക് വന്നതോടുകൂടി തന്നെ മാളവിക ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമായിരിക്കും. നാഗേന്ദ്ര! പെട്ടെന്നൊരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം ഗോഡൌണാകെ മുഴങ്ങി. എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ആദർശ് നിൽക്കുന്നുണ്ടായിരുന്നു. നാഗേന്ദ്രൻ്റെ കൈകളൊന്ന് വിറച്ചു. അയാൾ കത്തി താഴേക്കിട്ട് ആദർശിനെ അവിശ്വസനീയതയോടെ നോക്കി. ആദർശ് മിന്നൽ വേഗത്തിൽ പാഞ്ഞു വന്ന് നാഗേന്ദ്രൻ്റെ കുത്തിനങ്ങ് പിടിച്ചു. ആ തള്ളലിൽ നാഗേന്ദ്രൻ പുറകോട്ട് വേച്ചുപോയി. എന്താണ് നീ ഇവിടെ കൊല്ലാനുള്ള പരിപാടിയിലായിരുന്നോ? നീ ആരാണെന്ന് നിനക്കറിയില്ല എന്നോ നീ വിചാരിച്ചത്? ആദർശിൻ്റെ ഓരോ വാക്കിലും തീപ്പൊരി വേറുന്നുണ്ടായിരുന്നു. ഞാൻ തേടി നടന്നത് നിന്നെയാണടാ. നിന്നെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. നിന്റെ അടുത്ത് വരെ ഞാൻ എത്തിയതാ. പിന്നെ ഏൻ ജ്വല്ലറിക്ക് പിന്നിൽ നീ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും നാളൊന്ന് കാത്തിരുന്നത്. നാഗേന്ദ്രൻ കുറുതേറി മാറാൻ ശ്രമിച്ചുവെങ്കിലും ആദർശിന്റെ പിടി ഇരുമ്പ് പോലെ മുറുകിയിരുന്നു. ഡേവിഡും അബിയും ഇത് കണ്ട് ഭയന്ന് വിരിച്ചു നിൽക്കുവാണ്. ആദർശിന്റെ മുന്നിൽ വന്ന് എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നാഗേന്ദ്ര. ആദർശ് വീണ്ടും ഗർജിച്ചു. നീ ചതിക്കാൻ നോക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അനന്തമൂർത്തി, എൻ്റെ മുത്തശ്ശൻ. അദ്ദേഹത്തിന് നിന്നെക്കുറിച്ച് സകല വിവരങ്ങളും അറിയാം. എന്നിട്ടും തിരിച്ചൊന്നും പ്രവർത്തിക്കാതെ അദ്ദേഹം ഇരിക്കുവാണെന്നാ നീ കരുതിയത്? നിന്റെ ഹിസ്റ്ററി മുഴുവൻ മുത്തശ്ശൻ എടുത്തു കഴിഞ്ഞടാ. നിന്നോടുള്ള ദയ കൊണ്ടാ ഇപ്പോഴും അദ്ദേഹം മിണ്ടാതിരിക്കുന്നത്. ഇത് കേട്ട നാഗേന്ദ്രൻ എന്തെന്നില്ലാതെ പരിഭ്രാന്തി ഉണ്ടായി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് ആദർശിനെ ശക്തമായി തള്ളിയിട്ട് നാഗേന്ദ്രൻ പുറത്തേക്കോടി. തൻ്റെ കാറിലേക്ക് കയറി രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നു അത്. എന്നാൽ വണ്ടിയുടെ ഡോറ് തുറക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ആദർശ് പിറന്നെത്തിക്കൊണ്ട് അവനെ അങ്ങ് തടഞ്ഞു. എങ്ങോട്ടേക്കാണ് നീ ഓടുന്നത് എന്ന് ചോദിച്ച് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആദർശ് നാഗേന്ദ്രൻ്റെ മുഖത്തേക്കങ്ങ് ആഞ്ഞടിച്ചു. നാഗേന്ദ്രൻ ദൂരത്തേക്കങ്ങ് തെറിച്ചു വീണു. മുഖത്തു നിന്നും ചോര പൊടിയാൻ തുടങ്ങി. ഇത്രയും നാൾ കാത്തിരുന്നത് അനന്തമൂർത്തിയെയും അനന്തപുരി ജ്വല്ലറിയെയും തകർക്കാൻ വേണ്ടിയിട്ടാണോ? അത് നിന്നെ കൊണ്ട് പറ്റില്ലടാ.
നീ എത്ര ജന്മമെടുത്താലും എത്ര പേരെ കൊന്നു കൊലവിളിച്ചാലും അനന്തമൂർത്തിയെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. മുത്തശ്ശന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ആദർശ് അവരെ വലിച്ചെഴുന്നേൽപ്പിച്ചു. പണ്ട് ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരത്തിന്റെ ഫലം നീ അനുഭവിച്ചതാ. എന്നിട്ടും പകരം വീട്ടാൻ ഇറങ്ങിയിരിക്കുവാണോ നീ? ഇതിനു മുൻപ് എന്തെങ്കിലും ഒരു മാന്യത നീ കാണിച്ചിട്ടുണ്ടോ? ദേ അവിടെ നിൽക്കുന്ന നിന്റെ മോനില്ലേ അബി, അവനെ നീ ഒരു തവണയെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? മക്കൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും നീ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ എവിടുന്നൊക്കെയോ ഒന്ന് കട്ടുവാരി കുറേയധികം കാശുണ്ടാക്കി വന്നേക്കുക. മക്കളെ സ്നേഹിക്കാനല്ല, ഞങ്ങളോട് പകരം വീട്ടാൻ. ആദർശ് അവനെ വലിച്ച് തന്റെ വണ്ടിയുടെ അടുത്തേക്കങ്ങ് കൊണ്ടുപോയി. നീ വാടാ, ഒരിടം വരെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവാമെന്നൊക്കെ പറഞ്ഞു നീ വരണമെന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ്റെ അടുത്തേക്കായിരിക്കും ആദർശ് കൊണ്ടുപോകുന്നത്. നാഗേന്ദ്രനെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റിയതിനു ശേഷം ആദർശ് തിരിഞ്ഞ് അബിയെ നോക്കി. ഭയം കൊണ്ട് അബിയുടെ മുഖം ഇറക്കുന്നുണ്ടായിരുന്നു. കേരട വണ്ടിയിലേക്ക്, ആദർശ് അലറി. അബിയുടെയും കുത്തിനെ പിടിച്ച് വണ്ടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി അബിയും അനന്തപുരിയിലേക്ക് അങ്ങ് വിട്ടു. അനന്തപുരിയിലെ ആ ഒരു വലിയ ഹാളിൽ നല്ല നിശബ്ദതയായിരുന്നു. മുത്തശ്ശൻ സോഫയിലിരുന്നിങ്ങനെ ഗൗരവത്തിലിരിക്കുകയാണ്. ജലജയും അവന്തികയും നവ്യയും എല്ലാം തന്നെ അവിടെയുണ്ട്. പെട്ടെന്ന് പുറത്തുനിന്നൊരു വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. വാതിൽക്കൽ ആദർശ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ ഇരുവശങ്ങളിലായി തല കുടിച്ച് നാഗേന്ദ്രനും അബിയും. നാഗേന്ദ്രന്റെ മുഖത്ത് അടിയേറ്റ പാടുകളും രക്തവുമുണ്ട്. ആദർശ് അവരെ രണ്ടുപേരെയും മുറ്റത്ത് നിന്ന് ഹാളിലേക്ക് വലിച്ചുകൊണ്ട് വന്നു. മുത്തശ്ശ, ആദർശ് വിളിച്ചു. ഞാൻ തിരിഞ്ഞ ആളിതാ. നമ്മുടെ യഥാർത്ഥ ശത്രുവാണ് ഇവന്. ഇത് കേട്ട് ജലജ മുന്നോട്ട് വന്നു. രക്തം പുരണ്ട മുഖവുമായി നിൽക്കുന്ന നാഗേന്ദ്രനെ കണ്ടപ്പോൾ ജലജയുടെ നെഞ്ചൊന്ന് പെടഞ്ഞു. ഇതാരാ? ജലജ വിറയലോട് ചോദിച്ചു. സ്വന്തം ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു അവസ്ഥയിൽ കണ്ടതിൽ ഞെട്ടലായിരുന്നു അവരിൽ. പിന്നെ ജലജയുടെ കണ്ണുകൾ അബിക്ക് നേരെ തിരിഞ്ഞു. അബി തല കുറിച്ച് നിൽക്കുകയാണ്. എടാ അബി, ഇതെന്റെ അച്ഛനല്ലേ? നീ അച്ഛനുമായിട്ട് കൂട്ടായിരുന്നോ? എന്നിട്ട് ഈ വിവരം നീ ഞങ്ങളോടാരോടും പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പോലും നീ ഇതെല്ലാം മറച്ചു വെച്ചില്ലേ? ജലജയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അബിക്ക് ഉത്തരം മുട്ടിപ്പോയി. മുത്തശ്ശൻ പതുക്കെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് അസാമാന്യമായ ശാന്തതയായിരുന്നു. എന്നാൽ കണ്ണുകളിൽ അഗ്നിപർവ്വതം എരിയാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം നാഗേന്ദ്രന്റെ തൊട്ട് മുന്നിൽ വന്നു നിന്നു. എടാ നാഗേന്ദ്ര, മുത്തശ്ശന്റെ ശബ്ദം അത്ര ഉച്ചത്തിലായിരുന്നില്ല. എന്നാൽ അതിലൊരു സിംഹത്തിന്റെ ഗാംഭീര്യമുണ്ടായിരുന്നു. നീ എന്താ വിചാരിച്ചത്? ഈ അനന്തമൂർത്തിയെക്കുറിച്ച് നീ എന്താ കരുതിയത്? നീ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്റെ സാമ്രാജ്യമെന്ന് തകർക്കാമെന്നോ? അനന്തപുരിയെയും മൂർത്തീശ്വരരെയും ഇല്ലാതാക്കണമെന്നാണോ നിന്റെ വിചാരം? അതൊക്കെ നിന്റെ വെറു സ്വപ്നം മാത്രമാണടാ. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നാഗേന്ദ്രൻ തലയുയർത്തി നോക്കാൻ പോലും ഭയന്നു. എന്റെ കൊച്ചുമക്കളുണ്ടല്ലോ, അവർ എല്ലാ കാര്യത്തിനും വേണ്ടതുപോലെ നോക്കിക്കൊള്ളും. നീ വിചാരിച്ച ഇവിടെ ഒന്നും നടക്കില്ല ദ്രോഹി, മുത്തശ്ശൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവന്തിക അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. സ്വന്തം അച്ഛനെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും അവൾ അച്ഛനെ അറിയില്ല എന്ന ഭാവത്തിൽ തന്നെ അവിടെ നിൽക്കേണ്ടി വന്നു. മുത്തശ്ശന്റെ നോട്ടം പിന്നീട് അബിയുടെ നേർക്കായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കൂടുതൽ ചുവന്നു. എടാ അബി, മുത്തശ്ശൻ അവന് നേരെ വിരൽ ചൂണ്ടി. നീ ഈ വീട്ടിൽ നിന്നുകൊണ്ട് നിന്റെ അച്ഛൻ്റെ കൂടെ ചേർന്ന് ഞങ്ങളോടൊക്കെ കളിക്കുമായിരുന്നു അല്ലേ? ഈ അനന്തപുരിയിൽ നിന്നും ഇത്രയും നാൾ നിന്നെ പോറ്റി വളർത്തി ഞങ്ങൾ. എന്നിട്ടും നീ ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ നിന്നു അല്ലേടാ? അബി വിയർത്തു കുളിച്ചിരുന്നു. മുത്തശ്ശ, അത് പിന്നെ ഞാൻ വെണ്ടിപ്പോവരുത് നീ, മുത്തശ്ശൻ ഗർജിച്ചു. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴേ ഈ കുടുംബത്തിലാ വളർന്നിരുന്നത്. നിന്റെ അച്ഛൻ ഒന്നും നിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് എവിടെയോ പോയി കുറച്ച് കള്ളപ്പണം ഉണ്ടാക്കി വന്നപ്പോഴേക്കും നീ അവൻ്റെ കൂടെ കൂടി അനന്തപുരിയെയും മൂർത്തീശ്വരരെയും തീർക്കാൻ നോക്കി. അങ്ങനെ ഇരിക്കുന്നവരുന്നല്ലോ നീ. മുത്തശ്ശൻ ആദർശിന് നേരെ തിരിഞ്ഞു. ദേ ഇവനെ ഇനി ജീവനോടെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശൻ നാഗേന്ദ്രന് മുഖത്തൊരൊറ്റൊന്നങ്ങ് കൊടുത്തു. പിന്നെ തിരിഞ്ഞ് അബിയുടെ കുത്തിനങ്ങ് പിടിച്ചു. പ്രായത്തിന്റെ അവശതയിൽ മറന്ന് അദ്ദേഹം അബിയങ്ങ് കുലുക്കി. എടാ അബി, കൂടെ നിന്ന് ചതി ചെയ്ത് നീ ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇനി നീ നിന്റെ കോടീശ്വരനായ അച്ഛൻ്റെ കൂടെ പോയി ജീവിച്ചാൽ മതി. ഈ അനന്തപുരിയിൽ നിനക്കിനി യാതൊരുവിധ സ്ഥാനവുമില്ല. എൻ്റെ വീട്ടിൽ ഇനി നീ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം. മുത്തശ്ശൻ അബിയുടെ കുത്തിനെ പിടിച്ച് വലിച്ചങ്ങ് വാതിൽക്കലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് പുറത്തേക്ക് തള്ളി. അബി മുറ്റത്തെ മണ്ണിലേക്ക് വീണു. ഒപ്പം നാഗേന്ദ്രനും ആദർശൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിവിട്ടു. ജലജയും അവന്തികയും നവ്യയുമെല്ലാം ഈ കാഴ്ച കണ്ടിങ്ങനെ തരിച്ചു നിൽക്കുമായിരുന്നു. നവ്യയുടെ മനസ്സിൽ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളെല്ലാം തന്നെ മിന്നിമറഞ്ഞു. സത്യങ്ങളെല്ലാം അപ്പോഴാണ് അവൾക്ക് ശരിക്കും ബോധ്യമായത്. അനന്തപുരിയിലെ വലിയ വാതിലുകൾ ആ ചതിയന്മാർക്ക് നേരെ എന്നേക്കുമായി അടക്കപ്പെട്ടിരുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.